നമസ്കാരം. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച എം.എ. ബേബി എന്ന മരിയൻ അലക്സാണ്ടർ ബേബി ഇന്ന് CPM പാർട്ടി തലവനായി അധികാരമേൽക്കുമ്പോൾ കടന്നു വന്നതും കടന്നു പോകേണ്ടതും വലിയ കടമ്പകളിലൂടെയാണ്. EMS നമ്പൂതിരിപ്പാടിന് ശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മലയാളി സഖാവ് കൂടിയാണ് ബേബി. 30 പുതുമുഖങ്ങളുമായി അമരക്കാരനാകുമ്പോൾ കാരാട്ടിൻ്റെ കടുത്ത പിന്തുണയാണ് ബേബിക്കുള്ളത്. സാധാരണക്കാരിലും സാധാരണക്കാരനായ ബേബി ഭരണരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ്. VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ച ഇദ്ദേഹം 1986 മുതൽ 1998 വരെ രാജ്യസഭാംഗം ആയിരുന്നു. വളരെ നേരത്തെ തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയെങ്കിലും 2012 കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ബേബി PBയിൽ എത്തുന്നത്. 2008 19ാം പാർട്ടി കോൺഗ്രസ് കോയമ്പത്തൂരിൽ നടന്നപ്പോൾ ബേബിയെ PBയിൽ പരിഗണിക്കേണ്ടതായിരുന്നു. എന്നാൽ അവസാന നിമിഷം അന്തരിച്ച സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് VS നിർദ്ദേശിച്ചതോടെ ഔദ്യോഗിക പക്ഷം ആ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു. ഇന്ന് വലിയ എതിർപ്പുകൾ ഒന്നും കൂടാതെ തലപ്പത്ത് വരുമ്പോൾ ഇടതുപക്ഷ പാർട്ടിയും നേതാക്കളും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കേണ്ട വലിയ ഒരു ചുമതല കൂടി ബേബിക്കുണ്ട്.